കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഷോർട്സ് ആയിരുന്നു ആദ്യമൊക്കെ. കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് ഞാൻ ലോങ് വീഡിയോസ് വീക്കിലി ഒരെണ്ണം വെച്ച് ഇടാൻ തുടങ്ങിയത് തന്നെ. ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോലും അറിയാൻ മേലാത്ത ഒരാളായിരുന്നു ഞാൻ. കൂടുതലും ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ സെർച്ച് ചെയ്ത് അവരെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരുന്നത് കണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്ത് തുടങ്ങിയത് തന്നെ. ഇൻസ്റ്റഗ്രാമിലെ റീൽസൊക്കെ ഇട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു 2 ഫ്രണ്ട്സുണ്ട്. നിഖിലുണ്ട്, പിന്നെ സച്ചിൻ റെക്സും ഉണ്ട്. ഇവർ രണ്ടുപേരാണ് എന്നോട് സെയിം ടൈം തന്നെ പറഞ്ഞത്, "നിനക്കൊരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിക്കൂടെ എന്ന്? ഇതേ കണ്ടന്റ് അവിടെ ഇടാമല്ലോ." ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നമുക്ക് ആകപ്പാടെ വേണ്ടത് ഒരു മെയിൽ ഐ ഡി മാത്രമാണ്. അല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നും വേണ്ട. പക്ഷേ എനിക്കത് പരിചയമില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് അതൊരു എന്താ പറയുക, എങ്ങനെ ആയിരിക്കും എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് പിന്നെയും ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി അങ്ങനെ ഞാനും സ്റ്റാർട്ട് ചെയ്തു. ആദ്യം കുറേയൊക്കെ ഹെൽപ്പ് ചെയ്ത് വിച്ചുവാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോ വേണം എന്നൊക്കെ പറഞ്ഞൊക്കെ തന്നു. അങ്ങനെ നമ്മൾ എല്ലാം ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസ് ഇവിടെ ഇടുമായിരുന്നു. എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബ് വന്നിട്ട് വിച്ചുവാണ്, അതായത് എൻ്റെ ഹസ്ബൻഡ്. അത് കഴിഞ്ഞ് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് 50, 50ൽ നിന്ന് 100, 100ൽ നിന്ന് 1000. അങ്ങനെ അതൊരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് കേട്ടോ. കാരണം യൂട്യൂബൊക്കെ ചെയ്യുന്നവർക്കറിയാം എന്ത് പാടുപെട്ടാണ്, എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മളൊരു വ്യൂസ് ആണെങ്കിലും ഫോളോവേഴ്സിനെ ആണെങ്കിലും അത് എന്താ പറയുക, അതൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു, അത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട്, അതായത് നമുക്കറിയാവുന്നവർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നു ഒട്ടും തന്നെ വിചാരിക്കേണ്ട. ആരോടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ ഒന്നും തന്നെ നിൽക്കേണ്ട എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്. കാര്യം ഇവരാരും നമ്മുടെ വീഡിയോസ് കാണാനും പോകുന്നില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും കാണില്ല. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അതൊരു 80% കറക്റ്റാണ്. കാരണം ഞാൻ പലരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലടിയിൽ വരുന്ന കമൻസൊക്കെ ഞാൻ എല്ലാ കമൻസും നോക്കും. എല്ലാത്തിനും ഞാൻ റിപ്ലൈ അയക്കുന്നതാണ്. കാരണം എനിക്ക് അതിന് മാത്രം കമൻസ് ഒന്നും വരാറില്ല. ചിലപ്പോൾ 10 അല്ലെ 15. പിന്നെ ഷോർട്സിലൊക്കെ ചിലപ്പം 200 അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ അയക്കും. കാരണം അതിനൊരു മനസ്സ് വേണമല്ലോ. ഞാനാണെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, നമ്മളൊരു കമൻ്റ് ഇട്ടു, അല്ലെങ്കിൽ അതിന് നമുക്കൊരു റിപ്ലൈ വരുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എന്നെ യൂട്യൂബിൽ മാത്രം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രം കണ്ടിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ ഇതിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻ്റ് ഇടുകയും ഭയങ്കര സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളുമായിട്ട് ഒരു പരിചയമില്ലല്ലോ. പിന്നെ എനിക്ക് ഫണ്ണിയായിട്ട് ആദ്യമൊക്കെ തോന്നിയത്, ഇങ്ങനെ ചിലർ കമൻസ് ഇടും, എൻ്റെ ശബ്ദം കേട്ടാൽ മഞ്ജു വാര്യരുടെ പോലെയാണേ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓർത്തു, ഈശ്വരാ ഇവരെന്നെ കളിയാക്കുവാണ്. പിന്നെ പിന്നെ അത് യൂട്യൂബിലാണേലും അതെ, ഇൻസ്റ്റഗ്രാമിലാണേലും അതെ, ഞാൻ കുറച്ച് കമൻസ് അങ്ങനെ കണ്ടുണ്ട്. സത്യത്തിൽ എനിക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്, ഒരു കുളിരൊക്കെ ഉണ്ട്. സ്വാഭാവികം. എന്തായാലും എൻ്റെ ശബ്ദം കേൾക്കാൻ വളരെ നല്ലതാണ്, ഇങ്ങനെ കേട്ടിരുന്നു പോകും എന്നൊക്കെ ഒരുപാട് കമൻസും മെസ്സേജും ഒക്കെ ഞാൻ കണ്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ റിപ്ലൈ അയച്ചിട്ടുണ്ട്. എന്തോ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം മാധവൻ വളരെ കുഞ്ഞാണേ. ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് തൊട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ആ ഒരു സമയത്ത് കോവിഡൊക്കെയാണ്. അപ്പം പൊതുവേ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. മാധവന് വളരെ കുഞ്ഞാണ്. അപ്പം നമുക്ക് ലോങ് വീഡിയോ ഇടാനൊക്കെ പാടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഷോർട്സ് ഇട്ട് തുടങ്ങിയത്. അതും നല്ല ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്കത് പരിചയമില്ലാത്തൊരു കാര്യമാണല്ലോ. ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഒത്തിരി സമയം വേണം. അപ്പോൾ കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിനെ ഞാൻ അമ്മയെ ഏൽപ്പിക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി ടൈമൊക്കെ കണ്ടെത്തി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാരണം എനിക്കൊരു ട്രൈപോഡ് പോലും ആദ്യം ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യം മേടിച്ച ട്രൈപോഡാണെങ്കിൽ എന്തോ ഒരു 300 രൂപയുടെ ട്രൈപോഡ് എന്തോ ആയിരുന്നു. പക്ഷേ അത് ഭയങ്കര അഴുക്കാണ്. കാരണം നമ്മൾ മേടിക്കുമ്പോൾ നല്ല ട്രൈപോഡൊക്കെ മേടിക്കണം. പിന്നെ ആ ഒരു ടൈമിൽ ഒരു ട്രൈപോഡൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സമയം കൂടെ ആയിരുന്നു എനിക്ക്. നമുക്ക് ട്രൈപോഡ് മാത്രം പോരാ, നല്ലൊരു ഫോൺ വേണം. എന്നാലേ നല്ലൊരു വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാനും അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഒരു വ്യൂസൊക്കെ കിട്ടാനും നമ്മളെ സഹായിക്കും. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് ഭയങ്കര എളുപ്പമാണ്. സത്യത്തിൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു പരിപാടിയാണ്. കാരണം നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുമല്ലോ. നമ്മൾ ആദ്യം ഒരു കണ്ടൻറ്റ്
മനസ്സിൽ വിചാരിക്കണം, അത് പ്ലാൻ ചെയ്യണം, അതിനുള്ള സാധനങ്ങൾ വേണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതില്. ഞാൻ കൂടുതലും പ്ലാൻ വീഡിയോസാണ് ചെയ്യുന്നത്. അത് നാട്ടിലായിരുന്നു അതെ, ഇപ്പളും അതെ. ഇവിടെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു പ്ലാൻഡ് വീഡിയോ ചെയ്യണമെങ്കില് സത്യത്തിൽ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടുന്നേലൊക്കെ പ്ലാന്റ് ഒപ്പിക്കാം. ഇവിടെ ആ ഒരു പരിപാടി നടക്കുകയില്ല. നമ്മള് എല്ലാം വില കൊടുത്ത് മേടിക്കണം. പ്ലാന്റ് മേടിക്കണം, പോട്ട് മേടിക്കണം, പോട്ടിംഗ് സോയില്, ഫെർട്ടിലൈസർ. അപ്പോൾ ഇവിടെ നല്ലൊരു എക്സ്പെൻസ് അതിന് തന്നെ ആവുന്നുണ്ട്. പിന്നെ എനിക്ക് താല്പര്യം എൻ്റെ മൂഡൊന്ന് ഓക്കെ ആവണം എനിക്ക് പ്ലാൻസ് ഇല്ലാതെ പറ്റിയതെന്ന് വിച്ചുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എനിക്കൊരു മാസത്തിൽ ഇങ്ങനെ 50 ടു 100 ദിറംസ് പ്ലാൻസ് മേടിക്കാനായിട്ട് തന്നെ പൈസ തരുമായിരുന്നേ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്നെ സഹായിച്ചത്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഈ ഒരു പ്രോസസ്സ് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ അല്ല കേട്ടോ. കുറേ നാള് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടാണ് ഈ ഒരു 10K എങ്കിലും എനിക്ക് ഇപ്പം കിട്ടാൻ സാധിച്ചത്. ഇതുവരെ എൻ്റെ വാചകമൊക്കെ കേട്ട് മടുത്ത് കാണുമല്ലേ. ഇന്ന് ഫുൾ വാചകമടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംസാരിക്കാൻ. അപ്പോൾ ഇതും എനിക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സംസാരിക്കാൻ. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് പ്ലാന്റ്സ് നമ്മൾ അതുപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഞാനത് ചെയ്ത് കൊടുക്കും. അത് വളരെ നല്ലതാണ് കേട്ടോ. എന്നുമല്ല, ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഞാനങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇനി വൈകിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം. അൽമജാസ് ആണേ, നമ്മുടെ ഇവിടെ അടുത്തുള്ളതാണ്. നമ്മൾ കുറേ തവണ അവിടെ പോയിട്ടുണ്ട്. പിന്നെ അമ്മ വന്നിട്ടൊന്നും പോയില്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് സന്ധ്യയൊക്കെ ആകുമ്പോൾ പോവുകയാണെങ്കിൽ വലിയ ചൂടും കാണുകയില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അൽമജാസിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കാണേലും അതെ, നമുക്കും അതെ. ഇന്ന് നമ്മൾ ബോട്ടിങ്ങും പ്ലാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇത് 100 ദിറംസിൻ്റെ താഴെ ഉള്ളായിരുന്നു, 50 ആ റേഞ്ച് ആയിരുന്നു. ഇപ്പം 100ൻ്റെ എബോവ് ആണ്. ആൾക്കാർ കൂടുമ്പോൾ റേറ്റും കൂടും. എന്തായാലും നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി കേട്ടോ. സാധാരണ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ പാടാണ്. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. Wait. Electric, right? No, petrol. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആദ്യമായിട്ടായോണ്ടാവാം. പിന്നെ ഞാൻ കരുതിയത് അവരാരെയും നമ്മുടെ കൂടെ കാണും വണ്ടി ഇതൊന്ന് ഓടിക്കാനായിട്ട്. പിന്നെയാണ് അറിഞ്ഞത് അല്ല, നമ്മൾ തന്നെ വേണം ഇത് കൊണ്ടുപോകാൻ, ഡ്രൈവ് ചെയ്യാൻ. ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പോട്ടെ, ജാക്കറ്റൊക്കെ ഉണ്ടല്ലോ. ഇതിൽ കയറിയിട്ട് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. മാക്സിമം പോയ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ്. ഇപ്പത്തേനും സമയം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഇതിൽ ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. ഇനി വരുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് കവർ ചെയ്യണമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മാധവനെയും കൂട്ടി അവൻ്റെ സെക്ഷനിലോട്ട് പോകാമെന്ന് കരുതി. കാരണം അവിടെ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ മുൻപ് വന്നപ്പോഴും അവിടെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് മാധവ് കുഞ്ഞായിരുന്നു. ഇപ്പോൾ മാധവൻ അത്യാവശ്യം കളിക്കാറൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ പോവുകയാണ്. അവൻ എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. അവിടെ ചെന്നപ്പോൾ മാധവൻ എല്ലാത്തിലും കയറണം. അങ്ങനെ എല്ലാത്തിനും കയറാൻ പറ്റുമോ? എല്ലാത്തിനും നമ്മൾ പേ ചെയ്യണം. പിന്നെ ഞാനും ഇങ്ങനെ നോക്കി എനിക്കും കൂടെ കയറാൻ പറ്റിയത് എന്തേലും ഉണ്ടോ എന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട്. അങ്ങനെ ഒരു സാധനം കണ്ടു കിട്ടി. മാധവനെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ഒരു ചാൻസ് കിട്ടിയത്. ഇത് 50 ദിറംസ് ആണേ. ഒരു റൈഡിന് ഒരു 1-2 മിനിറ്റ് കാണും കേട്ടോ. 2 മിനിറ്റ് അല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിവേ നല്ലതായിരുന്നു, ഒരു ഫണ്ണായിരുന്നു.
അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അങ്ങനെ അവസാനിക്കുകയായി. ഇനിയിപ്പോൾ ഒന്നുമില്ല. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.